ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം. നീട്ടൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കുറച്ച് നീട്ടുക, രണ്ട് കൂടുതൽ നീട്ടുക. കുറച്ച് നീട്ടേണ്ടിടത്ത് കുറച്ചേ നീട്ടാവൂ. കൂടുതൽ നീട്ടിയാൽ അത് ബോറാണ്, പറ്റൂല, മോശമാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ. ഒന്ന് നോക്കൂ. അവിടെ 3 കലിമത്തുകളുണ്ട്. ഒന്ന് വായിച്ചേ നിങ്ങൾ. ഇസ്ലാമുൻ, റസൂലുൻ, സബീലുൻ. ഇവിടെ ഏത് അക്ഷരത്തെയാണ് നമ്മൾ നീട്ടിയിട്ടുള്ളത്? ലാ എന്ന് നീട്ടി ഇല്ലേ? ശരിക്കും ശ്രദ്ധിക്കണം. ലാ എന്ന് നീട്ടി. ഇസ്ലാമുൻ എന്ന് പറഞ്ഞെടുത്ത് ലാ എന്ന് നീട്ടി. ലാമിൻ്റെ ഹർക്കത്ത് എന്താണ്? ലാമിൻ്റെ ഹർക്കത്ത് ഫത്ഹാണ്. ആ ഫത്ഹിൻ്റെ ശബ്ദത്തെയല്ലേ അലിഫ് കൊടുത്ത് നീട്ടിയത് അല്ലേ? ഇസ്ലാമുൻ എന്ന് പറഞ്ഞെടുത്ത് ലാമിൻ്റെ ഫത്ഹിനെയാണെന്ത് അലിഫ് കൊടുത്ത് നീട്ടിയത്. അപ്പോൾ ഇസ്ലാമുൻ എന്നായി. രണ്ടാമത്തതോ റസൂലുൻ എന്ന് പറഞ്ഞെടുത്തോ നീട്ടിയത് എവിടെയാണ്? സൂ എന്ന് നീട്ടി. സീനിൻ്റെ ലൊമ്മിനെ നീട്ടി അല്ലേ? സീനിൻ്റെ ലൊമ്മിനെ നീട്ടി റസൂ എന്നായി. മൂന്നാമത്തതോ അതെ ബി എന്ന് നീട്ടി. ബ ഇൻ്റെ കെസ്റിനെ നീട്ടി. സബീലുൻ. ഓക്കെ, സബീലുൻ. റെഡിയല്ലേ? ആണ്. ഇനി ഒന്നുകൂടെ ഈ ഉദാഹരണത്തിലേക്ക് തന്നെ നോക്കണേ. ഇസ്ലാമുൻ എന്ന് പറഞ്ഞിടത്ത് ഫത്ഹിന് ശേഷമുള്ള അലിഫ്. റസൂലുൻ എന്ന് പറഞ്ഞിടത്ത് സീനിൻ്റെ ലൊമ്മുള്ള സീനില്ലേ അതിനെ നീട്ടാനുള്ള വാവ്. സബീലുൻ എന്ന് പറഞ്ഞിടത്ത് കെസ്റുള്ള ബി ഇല്ലേ ആ ബിയുടെ കെസ്റിനെ നീട്ടാനുള്ള യാ. ഈ 3 അക്ഷരങ്ങൾ കണ്ടില്ലേ? അലിഫും വാവും യാവും കണ്ടു. ഈ അലിഫിനും വാവിനും യാഇനുമാണ് മദ്ദക്ഷരങ്ങൾ എന്ന് പറയുക. അതാണ് മദ്ദക്ഷരം. അതാണ് മദ്ദക്ഷരം. ഏതാ മദ്ദക്ഷരം? ഫത്ഹിൻ്റെ ശബ്ദത്തെ നീട്ടാനുള്ള അലിഫ്, ലൊമ്മിൻ്റെ ശബ്ദത്തെ നീട്ടാനുള്ള വാവ്, കെസ്റിൻ്റെ ശബ്ദത്തെ നീട്ടാനുള്ള യാ. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം. ഫത്ഹിനെ നീട്ടാനുള്ള അലിഫ്, ലൊമ്മിനെ നീട്ടാനുള്ള വാവ്, കെസ്റിനെ നീട്ടാനുള്ള യാ. ഇതാണ് മദ്ദക്ഷരങ്ങൾ. മനസ്സിലായോ? ഇസ്ലാമിൽ മദ്ദക്ഷരം ഏതാ? അലിഫ്. റസൂലുൻ മദ്ദക്ഷരം ഏതാ? വാവ്. സബീലുൻ മദ്ദക്ഷരം ഏതാ? യാ. മനസ്സിലായോ ഇല്ലേ? മനസ്സിലായി. ഇപ്പം മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫത്ഹിൻ്റെ ശബ്ദത്തെ നീട്ടാനുള്ള അലിഫ്, ലൊമ്മിൻ്റെ ശബ്ദത്തെ നീട്ടാനുള്ള വാവ്, കെസ്റിൻ്റെ ശബ്ദത്തെ നീട്ടാനുള്ള യാ. 3 മദ്ദക്ഷരം. ഈ മദ്ദക്ഷരത്തിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ മദ്ദക്ഷരത്തിൻ്റെയും ശേഷം ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഏതക്ഷരം? ഇസ്ലാമുൻ. മദ്ദക്ഷരത്തിന് ശേഷം ഏതാണ്? മീമല്ലേ? അല്ലേ? മീമാണ്. റസൂലുൻ. റസൂലുൻ ലാമല്ലേ? ആ. സബീലുൻ ലാമല്ലേ? ലാമാണ്. ഹംസ എങ്ങാനും ഉണ്ടോ മദ്ദക്ഷരത്തിന് ശേഷം? അവിടെ ഉണ്ടോ? ഹംസ കാണുന്നുണ്ടോ? ഇസ്ലാമുൻ എന്ന് പറഞ്ഞിടത്ത് ഇല്ല, മീമാണ്. റസൂലുൻ ഹംസ ഉണ്ടോ മദ്ദക്ഷരത്തിന് ശേഷം? ഇല്ല. സബീലുൻ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഉണ്ടോ? ഇല്ല. ഇനി മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂൻ ഉണ്ടോ? സുക്കൂൻ. സുക്കൂൻ. ഇസ്ലാമുൻ തൻവീൻ അല്ലേ? തൻവീൻ ലൊമ്മ് അല്ലേ? ഓക്കെ. റസൂലുൻ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനാണോ? അല്ല, തൻവീൻ ലൊമ്മാണ്.
സബീലുൻ. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ ഹംസയും കാണുന്നില്ല, സുക്കൂനും ഇല്ല. എന്താണ് ഈ ഉസ്താദ് പറയുന്നത്? അവിടെ ഇല്ലല്ലോ. ഞാനും അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലല്ലോ, ഇല്ല. മദ്ദക്ഷരം നിങ്ങൾക്ക് മനസ്സിലായി. മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ ഹംസ ഉണ്ടോ? ഇല്ല. സുക്കൂനുണ്ടോ? സുക്കൂനില്ല. എന്നാൽ ആ മദ്ദക്ഷരത്തെ കുറച്ചേ നീട്ടാവൂ. മനസ്സിലാവുണ്ടോ? മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും ഇല്ല, സുക്കൂനും ഇല്ല. എന്നാൽ ആ മദ്ദക്ഷരത്തിനെ കുറച്ചേ നീട്ടാവൂ. എത്ര നീട്ടണം? താടിയുടെ അത്ര നീട്ടുക, മൂക്കിൻ്റെ അത്ര നീട്ടുക, കാലം എന്ന് പറഞ്ഞ എത്ര നീട്ടുക? കാലം നീട്ടുവോ? ഇല്ല. മൂക്ക്, താടി, അങ്ങനെ പറയോ? പറയില്ല. എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമുൻ പറയില്ല, റസൂലുൻ പറയില്ല, സബീലുൻ പറയില്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞതൊക്കെ തൻവീൻ ലൊമ്മാണ്, ഹംസയും അല്ല. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും ഇല്ല, സുക്കൂനും ഇല്ല. അതുകൊണ്ട് ആ മദ്ദക്ഷരത്തെ കുറച്ചേ നീട്ടാവൂ, കുറച്ച് മാത്രം. തടി എന്നതിനെ താടി എന്നാക്കാൻ, മുക്ക് എന്നതിനെ മൂക്ക് എന്നാക്കാൻ എത്ര നീട്ടിയാൽ മതിയോ അത്രയേ ഇവിടെ നീട്ടാവൂ. ഇങ്ങനെ കുറച്ച് മാത്രം നീട്ടുന്ന മദ്ദുകൾക്ക് അറബിയിൽ ഒരു പേരുണ്ട്, അൽ മദ്ദുൽ അസ്ലി എന്നാണ് പേര്. എന്താ പേര്? അൽ മദ്ദുൽ അസ്ലി. അൽ മദ്ദുൽ അസ്ലി. മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് മാത്രം നീട്ടുന്ന മദ്. എന്താ കുറച്ച് മാത്രം നീട്ടാൻ കാരണം? മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും ഇല്ല, സുക്കൂനും ഇല്ല. ഓക്കെ, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫതഹിനെ നീട്ടാനുള്ള അലിഫ്, കസ്റിനെ നീട്ടാനുള്ള യാ, ലൊമ്മിനെ നീട്ടാനുള്ള വാവ്. മനസ്സിലാവുണ്ടോ? ഇവിടെ കൂടുതൽ നീട്ടാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ മദ് അസ്ലി, എന്താ പേര്? മദ് അസ്ലി. മദ് അസ്ലി വന്നിടത്ത് ഒരിക്കലും കൂടുതൽ നീട്ടാൻ പാടില്ല. കൂടുതൽ നീട്ടിയാലേ എന്താ ഉണ്ടാവുക എന്നറിയോ? ഇപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ നീട്ടാൻ പാടില്ലാത്ത സ്ഥലത്ത് നീട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾ പറയും അയാൾക്ക് സുഖമില്ല എന്ന്. തടി താടിയാക്കാൻ മുക്ക് മൂക്കാക്കാനും നീട്ടേണ്ടൊരളവേ അസ്ലിയിൽ ചെയ്യാനും പാടുള്ളൂ. തടി താടി എന്നാക്കാൻ, മുക്ക് മൂക്ക് എന്നാക്കാൻ എത്ര മതിയോ അത്ര മാത്രമേ അസ്ലിയായ മദ് നീട്ടാവൂ. ഒന്നൽപ്പമേറെ നീട്ടി നോക്കൂ മൂക്ക്, കേൾക്കുന്നവൻ പറയും ഇവൻ നിലപോക്ക്. മൂക്ക്, നിന്റെ മൂക്കിന്മേൽ എന്താണ് ഇരിക്കുന്നത്? ഈച്ചയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? പറയുന്ന ആൾക്ക് സുഖമില്ല അല്ലേ, എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ പറയാ. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? മദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മദ്ദക്ഷരങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ പറഞ്ഞു. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. മദ് അസ്ലി നീട്ടേണ്ടത് എത്രയാണ് എന്നും പറഞ്ഞു.